നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹി ഒരു കലാപഭൂമിയാക്കിക്കൊണ്ടാണ് CJPയുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടന്നത്. പല ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത്. കേരളത്തിൽ നിന്നടക്കം പല പ്രമുഖരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും സാംസ്കാരിക ചലച്ചിത്ര രംഗത്തെ പ്രമുഖരാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. പ്രക്ഷോഭകരോട് പോലീസ് കാണിച്ച ക്രൂരതയിൽ പ്രതിഷേധിച്ച താരങ്ങൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ കേൾക്കാനും ഉടനടി ചർച്ചകൾക്ക് തയ്യാറാകാനും അധികാരികളോട് ആവശ്യപ്പെട്ടു. സംഭവിച്ചതെല്ലാം സങ്കടകരമാണ്. വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ പെരുമാറരുത് എന്നാണ് പഞ്ചാബി നടനും ഗായകനുമായ ദിൽജിത്ത് ദോസാഞ്ച് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. മുൻപ് കർഷക സമരത്തെ പിന്തുണച്ചപ്പോൾ തന്നെ രാജ്യവിരുദ്ധനെന്ന് വിളിച്ച കാര്യം ഓർമ്മിപ്പിച്ച അദ്ദേഹം ഇത്തവണയും തനിക്ക് നേരെ അത്തരം അധിക്ഷേപങ്ങൾ ഉണ്ടായേക്കാമെന്നും എന്നാൽ ജനങ്ങളുടെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമാണെന്നും കൂട്ടിച്ചേർത്തു. സമരം ചെയ്യുന്ന യുവജനങ്ങൾക്ക് പിന്തുണയുമായി നടൻ റിതേഷ് ദേശ്മുഖും ഭാര്യ ജനീലിയ ഡിസൂസയും രംഗത്തെത്തി. രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന യുവാക്കളുടെ ശബ്ദം ഭയമില്ലാതെ കേൾക്കാൻ അധികൃതർ തയ്യാറാകണം. ജനാധിപത്യത്തിന്റെ ജീവത്തുടിപ്പാണ് അവർ എന്നാണ് റിതേഷ് എക്സിൽ കുറിച്ചത്. പ്രതിഷേധ മാർച്ചിന് മുന്നോടിയായി മുതിർന്ന നടി ഷബാന അസ്മിയും നടൻ പ്രകാശ് രാജും ജന്തർ മന്ദറിൽ നേരിട്ടെത്തി സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ സമാധാനപരമായി പ്രതിഷേധിച്ചതെന്നും ഷബാന അസ്മി ചൂണ്ടിക്കാട്ടി. പോലീസ് നടത്തിയത് ക്രൂരമായ അടിച്ചമർത്തലാണെന്നും നടി ഹുമ ഖുറേഷി കുറ്റപ്പെടുത്തി. സമരസ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കനത്ത സങ്കടമുണ്ടാക്കുന്നതാണെന്നും ഹുമ പറഞ്ഞു. സമാധാനപരമായ പ്രതിഷേധങ്ങളാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതെന്നും നടി നന്ദിത ദാസും അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ രംഗത്തെ അപാകതകൾ പരിഹരിക്കപ്പെടണമെന്നും വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി അക്രമങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾ നടത്തണമെന്നും നടി ഭൂമി പട്നേക്കറും ആവശ്യപ്പെട്ടു. ഇവർക്ക് പുറമെ സീനത്ത് അമൻ, നസീറുദ്ദീൻ ഷാ, രത്ന പതക് ഷാ, അഭയ് ദി ഡിയോ, സോനാക്ഷി സിൻഹ, സോണി റഹസ്ദാൻ തുടങ്ങിയ നിരവധി പ്രമുഖരും പ്രക്ഷോഭകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാൻ വിദ്യാർത്ഥികളെ രക്തം ചിന്താനും കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നാണ് CJP ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദിപ്കെ പറയുന്നത്. ഡൽഹി ജന്തർ മന്ദറിലെ സമരക്കാർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിക്കുകയും പരിക്കേറ്റ വിദ്യാർത്ഥികളോട് ക്ഷമ ചോദിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തിരുന്നു. സമൂഹമാധ്യമമായ എക്സിലൂടെയായിരുന്നു അഭിജിത് ദിപ്കെയുടെ പ്രതികരണം. തങ്ങളെ പിന്തുണയ്ക്കുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികളോട്. അവരെ പോലീസ് ഉദ്യോഗസ്ഥർ ക്രൂരമായി തല്ലിച്ചതച്ചു. നമുക്ക് ഇതിൽ നന്നായി ചെയ്യാമായിരുന്നു. ഡൽഹി പോലീസിന്റെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമായിരുന്നു. 20-ലധികം വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമായ ഒരു ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാൻ നിരവധി വിദ്യാർത്ഥികളുടെ രക്തം ചിന്താനും സർക്കാർ തയ്യാറാണ്. പരിക്കേറ്റവർ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് സന്ദേശം അയയ്ക്കുക. എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിച്ച് ക്ഷമ ചോദിക്കണമെന്നാണ് അഭിജിത് ദിപ്കെ എക്സിൽ കുറിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തോടനുബന്ധിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി ആഹ്വാനം ചെയ്ത ചലോ സൻസദ് മാർച്ച് ഡൽഹിയിൽ സംഘർഷത്തിലാണ് കലാശിച്ചത്. പ്രതിഷേധക്കാരെ പോലീസ് തടയുകയും ലാത്തി ചാർജും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. സംഭവത്തിൽ 70 പേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു. സംഘർഷത്തിൽ 118 പോലീസുകാർക്കും 60-ലധികം പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റതായും പോലീസ് അറിയിച്ചു. പ്രതിഷേധക്കാർക്ക് നേരെ പൊതുമുതൽ നശിപ്പിക്കൽ, കലാപത്തിന് ശ്രമിക്കൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. അതേസമയം സമാധാനപരമായ മാർച്ചിന് നേരെ പോലീസ് അമിത ബലം പ്രയോഗിച്ചുവെന്നും CJP ആരോപിച്ചു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരം തുടരുമെന്നും അവർ അറിയിച്ചു. തിങ്കളാഴ്ച പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിടെ ജന്തർ മന്ദറിലെ സമരപന്തൽ പോലീസ് തകർത്തിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ വീണ്ടും CJP പ്രവർത്തകരെത്തി സമരപന്തൽ പുനഃസ്ഥാപിച്ചു. പ്രതിഷേധം തുടരാനുള്ള CJPയുടെ ആഹ്വാനത്തെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെയും ജന്തർ മന്ദറിലേക്ക് പ്രതിഷേധക്കാർ ഒഴുകിയെത്തിയിരുന്നു. സ്ഥലത്ത് വൻതോതിലാണ് പോലീസിനെയും സുരക്ഷാ സേനയും വിന്യസിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായിരുന്നു തിങ്കളാഴ്ച. CJP ആഹ്വാനം ചെയ്ത സൻസദ് ചലോ മാർച്ചിന് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ആയിരക്കണക്കിന് പേർ എത്തിയിരുന്നു. ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് നീങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി വീശിയതോടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. സമരക്കാർ പാർലമെന്റിന്റെ അടുത്തെത്തിയതോടെ പോലീസ് കണ്ണീർ വാതകവും പ്രയോഗിച്ചു.
പ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ജന്തർ മന്ദറിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും CJP പ്രവർത്തകരും പങ്കെടുത്തു. പാർലമെന്റ് വീതിയിലേക്കുള്ള യാത്ര തടയാൻ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. അഡീഷണൽ DCP ആനന്ദ് കുമാർ മിശ്ര, അഡീഷണൽ DCP നിഹാരിക, 4 SP-മാർ, ഒരു സ്പെഷ്യൽ CP തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. അഡീഷണൽ DCP ആനന്ദ് കുമാറിന്റെ കൈക്ക് അസ്ഥിഭംഗം സംഭവിച്ചു. പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ ഡൽഹി പോലീസ് കമ്മീഷണർ അനുരാഗ് കുമാർ ആശുപത്രിയിൽ എത്തി സന്ദർശിച്ചു. ജൻപത് ഭാഗത്ത് വെച്ച് പ്രതിഷേധക്കാർ പെട്ടെന്ന് പോലീസിന് നേരെ കല്ലെറിയുകയായിരുന്നുവെന്നും വീണുപോയ ഉദ്യോഗസ്ഥരെ വരെ ആക്രമിച്ചുവെന്നും പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ശാന്തമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രൂരമായ ലാത്തിചാർജ് നടത്തുകയായിരുന്നുവെന്നാണ് CJP സ്ഥാപകൻ അഭിജിത്ത് ദിബ്കെ ആരോപിച്ചത്. പോലീസിന്റെ ആക്രമണത്തിൽ നിരവധി വിദ്യാർത്ഥികളുടെ തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി പാർലമെന്റ് മാർച്ച് താൽക്കാലികമായി അവസാനിപ്പിച്ചെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതുവരെ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല നിരാഹാര സമരം തുടരുമെന്നാണ് ദീപ്കെ അറിയിച്ചിരിക്കുന്നത്.